മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന നടന്മാരാണ് ശങ്കറും മോഹൻലാലും. ആദ്യകാലങ്ങളിൽ നായക നടനായി നിറഞ്ഞു നിന്ന നടനാണ് ശങ്കർ. പിന്നീട് സിനിമയിൽ നിന്ന് താരം നീണ്ട ഇടവേള എടുത്തിരുന്നു. പിന്നീട് സഹനടനായി സിനിമയിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചു. നായകനായി അഭിനയിച്ച സിനിമകളിൽ പലതിലും മോഹൻലാലായിരുന്നു വില്ലൻ. മോഹൻലാലുമൊത്തുള്ള ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ശങ്കർ. എത്ര റിസ്ക്കുള്ള സീനാണെങ്കിലും യാതൊരു മടിയും കൂടാതെ ചെയ്യാൻ ധൈര്യമുള്ള നടനാണ് മോഹൻലാൽ എന്ന് ശങ്കർ പറഞ്ഞു. പലപ്പോഴും മോഹൻലാലിൻ്റെ ധൈര്യം കണ്ട് താൻ അന്തം വിട്ടിട്ടുണ്ടെന്നും താരം പറഞ്ഞു. ഹലോ മദ്രാസ് ഗേൾ എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റിൽ 6 നില കെട്ടിടത്തിൽ നിന്ന് ചാടണമെന്ന് ക്യാമറാമാൻ പറഞ്ഞപ്പോൾ താൻ മടിച്ചു നിന്നെന്നും മോഹൻലാൽ അധികം ആലോചിക്കാൻ നിൽക്കാതെ ചാടാൻ തയ്യാറായെന്നും ശങ്കർ കൂട്ടിച്ചേർത്തു. പുതിയ ചിത്രമായ എഴുത്തോലയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സില്ലി മോങ്സ് മോളിവുഡിൽ നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം പറഞ്ഞത്. എത്ര റിസ്ക്കുള്ള സീനാണെങ്കിലും അധികം ആലോചിക്കാൻ നിൽക്കാതെ ചെയ്യുന്നയാളാണ് ലാൽ. പലപ്പോഴും ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് അന്തം വിട്ടു നിന്നിട്ടുണ്ട്. ഹലോ മദ്രാസ് ഗേൾ എന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയം ഞാനായിരുന്നു അതിലെ നായകൻ. മോഹൻലാലാണ് ആ പടത്തിലെ നെഗറ്റീവ് റോൾ ചെയ്യുന്നത്. അതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ് നടക്കുന്നത് ഒരു വലിയ ബിൽഡിങ്ങിലാണ്. ഞാനും ലാലും ഫൈറ്റ് ചെയ്ത് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലെത്തണം. അതാണ് സീൻ. ഞാനും ലാലും അതുപോലെ ഫൈറ്റ് ചെയ്ത് മുകളിലെത്തി. ആ സമയത്ത് അതിൻ്റെ ഡയറക്ടറും ക്യാമറാമാനുമായിരുന്ന വില്യംസ് ഞങ്ങളോട് മുകളിൽ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം മുകളിലേക്ക് കയറി വന്നു. എന്നിട്ട് ഞങ്ങളോട് അവിടുന്ന് താഴേക്ക് ചാടാൻ പറഞ്ഞു. എനിക്ക് പറ്റില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു. ലാലിനോട് ചോദിച്ചപ്പോൾ ഒട്ടും ആലോചിക്കാതെ ചാടാമെന്ന് പറഞ്ഞു. താഴെ നെറ്റും മറ്റ് സേഫ്റ്റി സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ലാൽ ചാടുന്നുണ്ടെന്ന ധൈര്യത്തിൽ ഞാനും ചാടി. 2 വട്ടം സമ്മർ സോൾട്ട് അടിച്ചാണ് ലാൽ താഴേക്കെത്തിയത്. സിനിമയോട് അയാൾക്കുള്ള ഡെഡിക്കേഷൻ ഞാൻ അന്ന് കണ്ടു. ഇപ്പോഴും ആ രംഗം എൻ്റെ മുൻപിലുണ്ട്, ശങ്കർ പറഞ്ഞു.